നമസ്കാരം. വെൽക്കം ടു സത്രംഗി സിൽവർ സ്റ്റുഡിയോ. ഇന്ന് ഞാനേ എൻ്റെ കോൾപ്പാട് സാരിയുടെ കൂടെ എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് എടുത്ത ഒരു നെക്ക് പീസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ? വിഷ്ണുവിനെ ആരാധിക്കുന്നവര് വൈഷ്ണവാസ്, ശിവനെ ആരാധിക്കുന്നവര് ശൈവാസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ശൈവാസ് അവര് ഒരു ശിവലിംഗം കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു പൂജിക്കാനായിട്ട്. അങ്ങനെ പൂജിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവര് ഈ ശിവലിംഗം സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ദ ലിംഗം ബോക്സ് ഓർ ദ ലിംഗായത്ത്. അങ്ങനെ ഒരു ലിംഗായത്താണ് ഇത്. ഇതിൽ പഞ്ചമുഖി രുദ്രാക്ഷാസും സ്പോഞ്ച് കോറൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിംഗായത്ത് ഞാൻ തുറന്ന് കാണിക്കാവേ. കണ്ടോ? ഇതിനകത്താണ് അവര് സംഭവം സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഇത്രയും ട്രഡീഷണൽ വാല്യൂ ഉള്ള ഒരു പീസ് എനിക്ക് എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങി വെക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ വേറെയും 2 ലിംഗായത്ത് കൂടെ ഞാൻ കണ്ടെത്തി. അതും കൂടെ കാണിക്കാം. അപ്പൊ ഇത് ഒരു ഒറിജിനൽ പഴയ ലിംഗായത്താണ്. ഈ ലിംഗായത്തിന്റെ ഒറിജിനൽ ആണെന്ന് ഞാൻ പറയാൻ കാര്യം ഇതിന്റെ ഈ ബേസിൽ യാളി വരുന്നുണ്ട്. ബേസിൽ യൂഷ്വലി ഈ ലിംഗായത്തിൽ വേറെ അലങ്കാര പണികളൊന്നും കാണത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ശിവനെ ആരാധിക്കുന്നവർക്ക് മറ്റ് ദൈവങ്ങള് മറ്റ് ദൈവങ്ങളെക്കാൾ വലുതാണ് ശിവൻ. പക്ഷേ യാളി യൂഷ്വലി ഈ ലിംഗായത്തിന്റെ ബേസിൽ കാണാറുണ്ട്. അപ്പൊ ഇതും ഒരു ഒറിജിനൽ പഴയ ലിംഗായത്താണ്. ഇതിൽ ഈ ഒരു എക്സ്ട്രാ പീസ് മാത്രം നമ്മൾ സ്ട്രിങ് ചെയ്യാൻ വേണ്ടി വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഇങ്ങനെ ഇതാ തുറക്കാൻ പറ്റും. കണ്ടോ? അപ്പൊ ഇത്രയും പഴയ ലിംഗായത്തൊക്കെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പിന്നെ വേറെ ഒരെണ്ണം ഇപ്പൊ വളരെ റീസെന്റ്ലി ഞാൻ അക്വയർ ചെയ്തതാണ്. ഇത് വന്നിട്ട് ഓൾറെഡി ഒരു മാലയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതൊരു ഒറിജിനൽ ഓൾഡ് പീസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഐ ഹാവ് മൈ ഡൗട്ട്സ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവനെ ആരാധിക്കുന്നവർക്ക് മറ്റ് ദൈവങ്ങളെ അവരങ്ങനെ ആരാധിക്കാറില്ല. അപ്പൊ ഒരു ലിംഗായത്തിൽ ഒരു ഗണപതി കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. മേ ബി ഈ പീസ് പിന്നീട് വെൽഡ് ചെയ്ത് വെച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ബേസിൽ കാണുന്ന ഈ പീസ് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡിസ്പ്യൂട്ടിലാണ്. എനിക്കത് ഒരു ഒറിജിനൽ പീസാണ്, ഒറിജിനലി ഓൾഡ് ആയിട്ടുള്ള ഒരു പീസാണോ എന്നുള്ള കാര്യത്തിൽ അത്ര വിശ്വാസം വന്നിട്ടില്ല. എഗൈൻ ഇത് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ ഒറിജിനൽ ഓൾഡ് ആണോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സംഭവം കാണാൻ അങ്ങേയറ്റം ഭംഗിയുള്ള ഒന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിന്റെ രണ്ടിന്റെയും പ്രൈസ് ഓൺ റിക്വസ്റ്റ് ആണ്. സോ DM ചെയ്താൽ മതിയാവും. താങ്ക് യു.